ജീവിതം പാഴാക്കല്ലേ പ്രിയ കൂട്ടരേ. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കളിമുറ്റത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാം സുഖമാണോ? എന്തൊക്കെയുണ്ട് സ്കൂളിലത്തെ വിശേഷങ്ങൾ? കൂട്ടുകാരെ, നിങ്ങളെല്ലാം നന്നായി പഠിക്കുന്നുണ്ടോ? പഠിച്ചാൽ മാത്രം പോരാട്ടോ, ഒപ്പം പ്രാർത്ഥിക്കുകയും വേണം. എങ്കിൽ നമുക്ക് ഒട്ടും വൈകാതെ ഇന്നത്തെ സെഗ്മെന്റിലേക്ക് കടന്നാലോ? ആദ്യത്തെ സെഗ്മെന്റാണ് കാട്ടിലെ കൂട്ടുകാർ. രണ്ടാമത്തെ സെഗ്മെന്റാണ് അന്നമ്മൂളും കാവൽമാരാക്കിയും. മൂന്നാമത്തെ സെഗ്മെന്റാണ് വായനശാല. നാലാമത്തെ സെഗ്മെന്റാണ് രാഗസങ്കീർത്തനം. അഞ്ചാമത്തെ സെഗ്മെന്റാണ് ഉണ്ണിവചനങ്ങൾ. ആറാമത്തെ സെഗ്മെന്റാണ് കളിയരങ്ങ്. ഏഴാമത്തെ സെഗ്മെന്റാണ് സന്തോഷ ജന്മദിനം. എട്ടാമത്തെ സെഗ്മെന്റാണ് വാർത്തയിലെ താരം. ഒൻപതാമത്തെ സെഗ്മെന്റാണ് നിറക്കൂട്ട്. എങ്കിൽ നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോയാലോ? ആദ്യത്തെ സെഗ്മെന്റാണ് കാട്ടിലെ കൂട്ടുകാർ. അപ്പൊ നമുക്ക് കാട്ടിലെ കൂട്ടുകാരുടെ വിശേഷങ്ങൾ അറിഞ്ഞിട്ട് വരാം. കാട്ടിലെ കൂട്ടുകാർ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഈശോയുടെ ഒരു കഥ കേട്ടാലോ? ഒരിക്കൽ ഈശോ സമറിയ വഴി ഗലീലയിലേക്ക് പോവുകയായിരുന്നു. യാത്രാമധ്യേ ഈശോ ക്ഷീണിച്ചതിനാൽ അവിടെ കണ്ട ഒരു കിണറിനരികിൽ പോയി വിശ്രമിച്ചു. ഈ സമയം ശിഷ്യന്മാർ പട്ടണത്തിലേക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനായി പോയിരിക്കുകയായിരുന്നു. ആ കിണർ യാക്കോബിന്റെ കിണറായിരുന്നു. ആ സമയം ഒരു സമറിയാക്കാരി സ്ത്രീ അവിടെ വെള്ളം കോരുവാനായി വന്നു. വെള്ളം കോരുവാൻ വന്ന സ്ത്രീയോട് ഈശോ അല്പം വെള്ളം തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സ്ത്രീ യേശുവിനോട് ചോദിച്ചു, അങ്ങൊരു യഹൂദനായതിനാൽ എൻ്റെ കയ്യിൽ നിന്നും വെള്ളം കുടിക്കാൻ സാധിക്കുമോ? അപ്പോൾ ഈശോ അവളോട് മറുപടി പറഞ്ഞു, നിന്നോട് വെള്ളം ചോദിക്കുന്നത് ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ വെള്ളം കൊടുക്കുമായിരുന്നു. അപ്പോൾ സ്ത്രീ യേശുവിനോട് ചോദിച്ചു, നിന്റെ കയ്യിൽ വെള്ളം കോരുവാനായി കയറില്ല, ഈ കിണറിനാണെങ്കിൽ നല്ല ആഴവുമുണ്ട്, പിന്നെ നീ എങ്ങനെ വെള്ളം കോരും? ജീവന്റെ ജലം നീ പിന്നെ എങ്ങനെ തരും? അപ്പോൾ യേശു സ്ത്രീയോട് പറഞ്ഞു, ഈ കിണറിൽ നിന്നും നീ വെള്ളം കുടിച്ചാൽ നിനക്ക് പിന്നീടും ദാഹിക്കും. എന്നാൽ ഞാൻ തരുന്ന ജീവന്റെ ജലം കുടിച്ചാൽ നിനക്ക് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. അപ്പോൾ സ്ത്രീ ഉടനെ യേശുവിനോട് പറഞ്ഞു, എങ്കിൽ ആ വെള്ളം എനിക്ക് തരിക, ഞാൻ വീണ്ടും വെള്ളം കോരാനായി ഇത്രയും ദൂരം വരികയും വേണ്ടല്ലോ, കൂടാതെ എനിക്ക് പിന്നീട് ദാഹിക്കുകയുമില്ല. അപ്പോൾ യേശു സ്ത്രീയോട് പറഞ്ഞു, നീ വീട്ടിൽ പോയി നിന്റെ ഭർത്താവിനെയും കൂട്ടിക്കൊണ്ടുവരിക. അപ്പോൾ സ്ത്രീ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. അപ്പോൾ യേശു പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളത് നിന്റെ ഭർത്താവുമല്ല. നീ പറഞ്ഞത് ശരി തന്നെ. അപ്പോൾ സ്ത്രീ ആശ്ചര്യപ്പെട്ടുകൊണ്ട് ഈശോയോട് ചോദിച്ചു, എനിക്ക് ഭർത്താവില്ല എന്നുള്ള കാര്യം നീ എങ്ങനെ അറിഞ്ഞു? നീ ഒരു പ്രവാചകനാണോ? തൻ്റെ മുൻപിലിരിക്കുന്നത് ഈശോയാണെന്ന് സ്ത്രീ തിരിച്ചറിഞ്ഞിരുന്നില്ല. അപ്പോൾ യേശു സ്ത്രീയോട് പറഞ്ഞു, ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ഞാനെന്ന്. തൻ്റെ മുമ്പിലിരിക്കുന്നത് ഈശോയാണെന്നറിഞ്ഞ നിമിഷം സ്ത്രീ ഓടി നാട്ടിലെത്തി താൻ ഈശോയെ കണ്ടുവെന്ന് അവരോടെല്ലാവരോടും പറഞ്ഞു. അത് കേട്ടയുടനെ നാട്ടുകാരെല്ലാവരും ഈശോയെ കാണുവാനായി ഓടിയെത്തി. പിന്നീട് അവർ ഈശോയുടെ വചനങ്ങൾ ശ്രവിക്കുകയും ഈശോയുമായി സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായി. ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നമുക്കൊരിക്കലും ഒന്നും ദൈവത്തിൽ നിന്ന് മറച്ചു വയ്ക്കുവാൻ സാധിക്കുകയില്ല. കൂട്ടുകാരെ, നമ്മൾ എന്ത് ചെയ്താലും ദൈവം അത് പെട്ടെന്ന് തിരിച്ചറിയും. ഒരിക്കലും കള്ളത്തരം ചെയ്യുകയോ നുണ പറയുകയോ ഒന്നും ചെയ്യരുത്. ഇതൊന്നും ദൈവത്തിന് ഇഷ്ടമല്ല. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ കള്ളത്തരം ചെയ്യുകയോ നുണ പറയുകയോ മറ്റുള്ളവരുടെ സാധനങ്ങൾ എടുക്കുകയോ ചെയ്യരുത് കേട്ടോ. കൊച്ചു കൂട്ടുകാരെ, നിങ്ങൾക്ക് കാട്ടിലെ കൂട്ടുകാരെ ഇഷ്ടമായോ? പുള്ളിമാൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? എങ്കിൽ നമുക്ക് രണ്ടാമത്തെ സെഗ്മെന്റിലേക്ക് പോയാലോ?
രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് അന്നമോളും കാവൽ മാലാഖയും. കുസൃതി കുടുക്കയായ അന്നമോളിന്റെ ഇന്നത്തെ സംശയം എന്തായിരിക്കും? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അന്നമോളും കാവൽ മാലാഖയും. മാലാഖേ. ഹായ് അന്നമോളെ. ഹായ് മാലാഖേ. എന്തുണ്ട് അന്നമോളെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു മാലാഖേ. ആട്ടെ, ഇന്ന് എന്താ എൻ്റെ അന്നക്കുട്ടിയുടെ സംശയം? അതോ എൻ്റെ കൂട്ടുകാരി ഇവാന അബാക്കസ് പഠിക്കാൻ പോകുന്നുണ്ടെന്ന്. എന്താ മാലാഖേ ഈ അബാക്കസ്? അതൊരു കണക്കിലെ കളിയാ അന്നമോളെ. അതെന്താ കളിയാ മാലാഖേ? അതൊരു പ്രത്യേകതരം കളിയാണ്. അബാക്കസ് ചെയ്യാൻ പഠിച്ചാൽ കാൽക്കുലേറ്ററിൽ കണക്ക് കൂട്ടുന്നതിനേക്കാൾ വേഗത്തിൽ കണക്ക് കൂട്ടാൻ കഴിയും അന്നമോളെ. ആന്നേ. ഈ അബാക്കസ് കണ്ടുപിടിച്ചത് ആരാ മാലാഖേ? പുരാണകാലത്തെ ബാബിലോണിയക്കാരാ അന്നമോളെ. ഏതാണ്ട് 5000 വർഷങ്ങൾക്ക് മുമ്പാട്ടോ അത്. പുരാതന ബാബിലോണിയക്കാർ വലിയ സംഖ്യകൾ കണക്ക് കൂട്ടാൻ കുഴികളും കല്ലുകളും വെച്ചൊരു സൂത്രമാ ആദ്യം കണ്ടുപിടിച്ചത്. ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ എണ്ണം അറിയണമെങ്കിൽ ആദ്യം അവർ ഒരു കുഴിയിൽ കല്ലിടാൻ തുടങ്ങും. ആദ്യത്തെ കുഴിയിൽ 10 കല്ലുകളായാൽ അവ എടുത്തു മാറ്റും. എന്നിട്ടെന്താ അവർ ചെയ്യുന്നേ? പകരം രണ്ടാമത്തെ കുഴിയിൽ ഒരു കല്ലിടും. ഒന്നാമത്തെ കുഴിയിൽ 10 കല്ലുകൾ നിറയുമ്പോഴൊക്കെ രണ്ടാമത്തേതിൽ ഓരോ കല്ലുകൾ വീതം ഇടും. എന്നിട്ടോ? അങ്ങനെ രണ്ടാമത്തെ കുഴിയിലും 10 കല്ലുകൾ ആയാൽ അതെല്ലാം മാറ്റി മൂന്നാമത്തെ കുഴിയിൽ ഒരു കല്ലിടും. അതൊക്കൊള്ളാമല്ലോ മാലാഖേ. ഇന്നത്തെ 10ന്റെയും 100ന്റെയും ഒക്കെ സ്ഥാനങ്ങളായിരുന്നു കുഴികൾ ഓരോന്നും. കുറച്ച് കല്ലുകൾ കൊണ്ട് വലിയ സംഖ്യകൾ ആദ്യമായി കണക്കാക്കിയത് ഇങ്ങനെയാണ്. അതായിരുന്നു ആദ്യത്തെ അബാക്കസ്. പല തരത്തിലുള്ള അബാക്കസ് ഉണ്ടോ മാലാഖേ? ബാബിലോണിയക്കാർ കണ്ടുപിടിച്ച അബാക്കസ് മറ്റു രാജ്യങ്ങളിൽ എത്തിയപ്പോൾ അബാക്കസിന്റെ രൂപം തന്നെ മാറി. അതെങ്ങനെയാ? മരച്ചട്ടയിൽ ഉറപ്പിച്ച കമ്പിയിൽ കോർത്ത മുത്തുമണികളായാണ് പിന്നീട് അബാക്കസ് മാറിയത്. കല്ലിടുന്നതിനു പകരം മുത്തുകൾ മാറ്റിയാൽ മതി. ഈ അബാക്കസ് എന്ത് വാക്കിന്റെ അർത്ഥം എന്താ മാലാഖേ? മണലിലെ കുഴികളിൽ നിന്നല്ലേ ആദ്യത്തെ അബാക്കസ് ബാബിലോണിയക്കാർ കണ്ടുപിടിച്ചത്? അതെ മാലാഖേ. അതുകൊണ്ട് തന്നെ മണൽ, പൊടി എന്നൊക്കെയാ ഈ അബാക്കസ് എന്ന വാക്കിന്റെ അർത്ഥം. AD 190കളിൽ ചൈന ഭരിച്ചിരുന്ന ഹാൻ രാജവംശകാലത്ത് ചൈനയിൽ അബാക്കസ് ഉപയോഗിച്ചിരുന്നു അന്നമോളെ. പിന്നീട് കണക്ക് കൂട്ടാനായി നൂറ്റാണ്ടുകളോളം ലോകം ആശ്രയിച്ചിരുന്നത് ചൈനീസ് അബാക്കസുകളായിരുന്നു. അത് കൊള്ളാമല്ലോ മാലാഖേ. എങ്കിൽ എൻ്റെ അന്നമോൾ മമ്മി വിളിക്കുന്നതിന് മുമ്പ് വേഗം വീട്ടിലോട്ട് പോയിക്കോട്ടോ. ബൈ മാലാഖേ. ബൈ അന്നമോളെ. കൂട്ടുകാരെ, അന്നമോളുടെ സംശയം കാരണം നിങ്ങൾക്ക് കുറേ കാര്യം അറിയാൻ സാധിച്ചില്ലേ? എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ. മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് വായനശാല. ഇന്ന് വായനശാലയിൽ ഏത് പുസ്തകമായിരിക്കും നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. വായനശാല. കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന പുസ്തകം വിശുദ്ധ അൽഫോൻസമ്മയുടെ ജീവചരിത്രത്തെക്കുറിച്ചാണ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് സോമി ജോസ് കോടമുള്ളിലാണ്. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് വിമല ബുക്സ് പബ്ലിക്കേഷൻസ് ആണ്. ഈ പുസ്തകത്തിൽ 14 അധ്യായങ്ങളാണുള്ളത്. സ്നേഹം വിരുന്നു വന്ന വീട്, മുട്ടത്തുപാടത്തെ കൊച്ചു വിശുദ്ധ, പീഡന പർവ്വങ്ങളുടെ ആരംഭം, ദിവ്യമണവാളനോടുകൂടെ, സഹനത്തിൻ്റെ മാലാക, ദൈവസ്നേഹത്തിൽ നിറഞ്ഞ്, പ്രലോഭനങ്ങളെ അതിജീവിച്ച്, അഗ്നിശുദ്ധീകരണം, സഹനത്തിൻ്റെ പാതയിലൂടെ, സഹനബലിയുടെ പൂർണ്ണത, മരണത്തിലും ലാളിത്യത്തോടെ, അൽഫോൻസ ഭക്തി, ലോകം വണങ്ങുന്ന പുണ്യം, സഹനജീവിതത്തിൻ്റെ പടവുകൾ എന്നിങ്ങനെ 14 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ആദ്യത്തെ അധ്യായമായ സഹനം വിരുന്നു വന്ന വീട് എന്ന അധ്യായത്തിൽ വിശുദ്ധ അൽഫോൻസമ്മയുടെ ജനനത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. 1910 ഓഗസ്റ്റ് 19 കുടമാളൂർ മുട്ടത്തുപാടത്ത് ഭവനത്തിൽ അൽഫോൻസ ജനിച്ചു. രണ്ടാമത്തെ അധ്യായത്തിൽ വിശുദ്ധ അൽഫോൻസമ്മയുടെ ബാല്യകാലത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. മൂന്നാമത്തെ അധ്യായമായ പീഡന പർവ്വങ്ങളുടെ ആരംഭം എന്ന അധ്യായത്തിൽ വിശുദ്ധ അൽഫോൻസമ്മ തൻ്റെ ബാല്യകാലത്തിൽ അനുഭവിച്ച രോഗങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്.
4-ാമത്തെ അധ്യായത്തിൽ ഈശോയെ അതിയായി സ്നേഹിക്കുന്ന വിശുദ്ധ അൽഫോൻസമ്മയെയാണ് കാണാൻ സാധിക്കുന്നത്. 5-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ അൽഫോൻസമ്മ ഏറ്റുവാങ്ങിയ സഹനങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. 6-ാമത്തെ അധ്യായമാണ് ദൈവസ്നേഹത്തിൽ നിറഞ്ഞ. അന്നക്കുട്ടിക്ക് അന്ന് 17 വയസ്സ് തികഞ്ഞിട്ടില്ല. ഭരണങ്ങാനം ക്ലാരമഠത്തിൽ അപ്പനോടൊപ്പം ചെന്ന് അന്നക്കുട്ടി ചേർന്നു. 1928 ഓഗസ്റ്റ് 2-ാം തീയതി ഭരണങ്ങാനം ക്ലാരമഠത്തിലെ ചാപ്പലിൽ വെച്ച് അന്നക്കുട്ടി സന്യാസ ജീവിതത്തിൻ്റെ ആദ്യപടിയായ ശിരോവസ്ത്രം ധരിച്ചു. അവൾ വിശുദ്ധ അൽഫോൺസ് ലിഗോരിയെ അനുസ്മരിച്ച് അൽഫോൻസ എന്ന നാമവും സ്വീകരിച്ചു. 7-ാമത്തെ അധ്യായത്തിൽ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്ന വിശുദ്ധ അൽഫോൻസമ്മയെയാണ് കാണാൻ സാധിക്കുന്നത്. 8-ാമത്തെ അധ്യായമാണ് അഗ്നിശുദ്ധീകരണം. അഭിവന്യ കാളാശ്ശേരി പിതാവാണ് അൽഫോൻസാമയ്ക്ക് സഭാവസ്ത്രങ്ങൾ നൽകിയത്. 9-ാമത്തെ അധ്യായമാണ് സഹനത്തിൻ്റെ പാതയിലൂടെ. 10-ാമത്തെ അധ്യായമാണ് സഹനബലിയുടെ പൂർണ്ണത. 11-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ അൽഫോൻസാമയുടെ മരണത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. സാധാരണ ഒരു കന്യാസ്ത്രീയുടെ മരണം പോലെയല്ലായിരുന്നു അൽഫോൻസാമയുടെ മരണവും തുടർന്നുള്ള മരണാനന്തര ചടങ്ങുകളും. ചരമപ്രസംഗത്തിന് അൽഫോൻസാമയുടെ ആത്മീയ നിയന്താവായിരുന്ന ഫാദർ റോമോളൂസിൻ്റെ ചരമപ്രസംഗം പ്രവചനമായി തീർന്നു. ഈ പുണ്യചരിതയുടെ ദേഹവിയോഗത്തിൽ ആരും ദുഃഖിക്കേണ്ട, ആരും കരയേണ്ട. മരണത്തോടെ അവളുടെ തുടർച്ചയായ ദുരിതങ്ങൾ അവസാനിച്ചല്ലോ എന്നുള്ള ചിന്ത കൊണ്ടല്ല, പ്രത്യുത നമ്മോടേറ്റം അടുത്ത ഒരു മധ്യസ്ഥയെ സ്വർഗത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ്. 12-ാമത്തെ അധ്യായത്തിൽ കുട്ടികളുടെ അൽഫോൻസ ഭക്തിയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. പഠനങ്ങളുടെ വെളിച്ചത്തിൽ ജോൺ പോൾ 2-ാമൻ പാപ്പ 1986 ഫെബ്രുവരി 8-ന് അൽഫോൻസാമയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. തുടർന്ന് അൽഫോൻസാമയുടെ ചരമദിനമായ ജൂലൈ 28 തിരുനാളായി ആചരിച്ച് തുടങ്ങി. 13-ാമത്തെ അധ്യായമാണ് ലോകം വണങ്ങുന്ന പുണ്യം. 2008 ഒക്ടോബർ 12 ഭരണങ്ങാനം ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയ ദിവസം. റോമിൽ പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 16-ാമൻ പാപ്പ വാഴ്ത്തപ്പെട്ട അൽഫോൻസാമയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. 14-ാമത്തെ അധ്യായമാണ് സഹന ജീവിതത്തിൻ്റെ പടവുകൾ. അൽഫോൻസാമ തൻ്റെ സഹനത്തിൻ്റെ തത്വശാസ്ത്രം വെളിപ്പെടുത്തുന്നത് താഴെ പറയുന്ന വാക്കുകളിലൂടെയാണ്. ഗോതമ്പ് മണികൾ നല്ലതുപോലെ ഇടിച്ചു പൊടിക്കുമ്പോൾ വെണ്മയേറിയ മാവു കിട്ടുന്നു. അത് ചുട്ടെടുക്കുമ്പോൾ വിശുദ്ധ കുർബാനയ്ക്കുള്ള അപ്പമാകുന്നു. ഇപ്രകാരം നമ്മളും കഷ്ടപ്പാടുകൊണ്ട് ഞെരുങ്ങപ്പെട്ട് അപ്പം പോലെയായി തീരണം. നല്ല മുന്തിരിപ്പഴങ്ങൾ ചക്കിലിട്ട് ഞെരുക്കുമ്പോൾ ചാറു കിട്ടുന്നു. അത് സംഭരിച്ച് ശുദ്ധീകരിക്കുമ്പോൾ വീര്യമുള്ള വീഞ്ഞു കിട്ടുന്നു. അതുപോലെ കഷ്ടതകൾ കൊണ്ടും വേദനകൾ കൊണ്ടും ശുദ്ധീകരിക്കുമ്പോൾ നാം ആത്മവീര്യമുള്ളവരായി തീരും, ദൈവത്തിന് സ്വീകാര്യരുമാകും. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും വിശുദ്ധ അൽഫോൻസമ്മയുടെ ജീവചരിത്രം ഇഷ്ടമായോ? എങ്കിൽ നിങ്ങളെല്ലാവരും ഈ പുസ്തകം വാങ്ങി വായിക്കണേ. ഇന്ന് വായനശാലയിൽ പരിചയപ്പെട്ട പുസ്തകം കൂട്ടുകാരെല്ലാവരും വായിക്കണേ. എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? 4-ാമത്തെ സെഗ്മെന്റാണ് രാഗസങ്കീർത്തനം. ഇന്ന് രാഗസങ്കീർത്തനത്തിൽ ജിയോൻ ഏത് സങ്കീർത്തനമായിരിക്കും ആലപിക്കാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ രാഗസങ്കീർത്തനം. കർത്താവേ, കോപത്തോടെ എന്നെ ശകാരിക്കരുതേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. കർത്താവേ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണ തോന്നണമേ. കർത്താവേ, എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു, എന്നെ സുഖപ്പെടുത്തേണമേ. എൻ്റെ ആത്മാവ് അത്യന്തം
മരിക്കുന്നില്ല. പാതാളത്തിൽ ആര് അങ്ങയെ സ്തുതിക്കും? കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നു. രാത്രി തോറും ഞാൻ കണ്ണീരൊഴുക്കി. എൻ്റെ തലയണ കുതിർന്നു. കണ്ണീരു കൊണ്ടു എൻ്റെ കിടക്ക നനഞ്ഞു. ദുഃഖം കൊണ്ടു എൻ്റെ കണ്ണു മങ്ങുന്നു. ശത്രുക്കൾ നിമിത്തം അത് ക്ഷയിക്കുന്നു. അധർമ്മികളെ എന്നിൽ നിന്നു അകന്നു പോകുവിൻ. കർത്താവ് എൻ്റെ യാചന ശ്രവിക്കുന്നു. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു. എൻ്റെ സകല ശത്രുക്കളും ലജ്ജിച്ചു പരിഭ്രാന്തരാകും. അവർ ക്ഷണത്തിൽ അവമാനിതരായി പിൻവാങ്ങും. കൂട്ടുകാരെ, ഇന്നത്തെ സങ്കീർത്തനം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? അടുത്ത സെഗ്മെന്റാണ് ഉണ്ണിവചനങ്ങൾ. ഉണ്ണിവചനങ്ങളിലൂടെ ഉണ്ണീഷു നമ്മളോട് എന്തായിരിക്കും പറയാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഉണ്ണിവചനങ്ങൾ. പരമപിതാവിന് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, ഇന്നു ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പിതാവായ ദൈവം മോശ വഴി നൽകിയ 10 കൽപ്പനകളിൽ ആദ്യത്തെ കൽപ്പനയെ പറ്റിയാണ്. എന്താണ് ആദ്യത്തെ കൽപ്പന? നിങ്ങളിൽ ചിലർക്കതറിയാം, ചിലർക്ക് അറിയില്ല. വിഷമിക്കേണ്ട, ഉണ്ണീശോയുടെ കൊച്ചു കൂട്ടുകാർക്ക് പറഞ്ഞു തരാം. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. അതായത് പിതാവായ ദൈവത്തെ അല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുതെന്ന്. സർവചരാചരങ്ങളിലും കുടികൊള്ളുന്നവനാണ് പിതാവായ ദൈവം. ആ ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാതെ മനുഷ്യന്റെ സൃഷ്ടിയായ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുന്നത് നിർത്തണം. എന്താണ് വിഗ്രഹങ്ങളെന്നോ? പലതരം പ്രതിമകളാണ് വിഗ്രഹങ്ങൾ. വിഗ്രഹങ്ങളെ അഥവാ പ്രതിമകളെ ദൈവമായി കരുതി അവയെ പൂജിക്കുകയോ അവയെ അണിയിച്ചൊരുക്കുകയോ അരുത്. ഇതെല്ലാം 1-ാം പ്രമാണത്തിന് എതിരാണ് കൂട്ടുകാരെ. അപ്പോൾ ഉണ്ണീശോയുടെ കൊച്ചു കൂട്ടുകാർ ഉണ്ണീശോ പറഞ്ഞത് അനുസരിക്കില്ലേ? അനുസരിക്കണം കേട്ടോ. അങ്ങനെ നിങ്ങൾ മിടുമിടുക്കരായി തീരണം. പരമപിതാവായ ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. കൊച്ചു കൂട്ടുകാരെ, ഉണ്ണീശോ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? നിങ്ങളെല്ലാവരും ഉണ്ണീശോ പറഞ്ഞ പോലെ ചെയ്യണേ. അപ്പം നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? അടുത്ത സെഗ്മെന്റാണ് കളിയരങ്ങ്. ഇന്ന് കളിയരങ്ങിൽ എന്തായിരിക്കും വരാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ കളിയരങ്ങ്. ഞാനിവിടെ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗത്തിന്റെ പേരാണ് റൂത്ത്. എങ്ങും പടർന്നു കിടക്കുന്ന പച്ച പുൽമേടുകളും കുന്നുകളും താഴ്വരകളും വയലുകളും പുഴകളും നിറഞ്ഞ മൊവാബ് ഗ്രാമത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അതാ അവിടേക്ക് നോക്കൂ, ഒരു ചെറിയ വീട്. യഹൂദ വനിതയായ നവോമിയുടെ വീടാണത്. അവിടെ എന്തോ വിശേഷം നടക്കുകയാണെന്ന് തോന്നുന്നു. വിധവയായ നവോമിക്ക് 2 ആൺമക്കളാണുള്ളത്, മഹലോനും കിലിയോനും. അവർ വിവാഹം ചെയ്ത പെൺകുട്ടികളെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അവരുടെ പേരാണ് ഓർഫയും റൂത്തും. ഓർഫയും റൂത്തും അതിലാവണ്യവതികളാണ്, കൈതപ്പൂ നിറമുള്ള സുന്ദരിമാര്. ഇളമാർ മിഴികളിൽ സ്വപ്നം മയങ്ങുന്ന ശലിന തരണികളായിരുന്നു. അതേ പ്രിയമുള്ളവരെ, നവോമിയുടെ മരുമക്കൾ സുന്ദരികളും സുശീലകളും കൈതപ്പൂ നിറമുള്ള മനോഹരികളുമായിരുന്നു. അവരെ പോലെ മറ്റാരും മൊവാബ് ഗ്രാമത്തിൽ ഇല്ലായിരുന്നു. അമ്മ മക്കൾ മരുമക്കൾ സന്തോഷങ്ങളും ദുഃഖങ്ങളും പങ്കിട്ട് സന്തോഷപൂർവ്വം ജീവിച്ചു. പക്ഷേ ആ സന്തോഷം അധികനാൾ നീണ്ടു നിന്നില്ല. മഹലോനും കിലിയോനും തന്റെ പിതാവിനെ പോലെ അകാലത്തിൽ മരണമടഞ്ഞു.
സന്തോഷം നിറഞ്ഞു നിന്നിരുന്ന ആ വീട്ടിൽ ദുഃഖത്തിന്റെ കരിനിഴൽ മാത്രം. ഭർത്താവ് നഷ്ടപ്പെട്ട നവോമി, മക്കൾ നഷ്ടപ്പെട്ട നവോമി, ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട ഓർഫയും റൂത്തും അതിദാരുണമായ ജീവിതം. കണ്ണീരിൽ കുതിർന്നിതാ നിൽപ്പൂ സഹനത്തിൻ വേർപിരിയിൽ, ജീവിതമെന്തൊരു ഭാരമായി തീർന്നു, എങ്ങും മരണത്തിൻ ചിറകടി മാത്രം, എങ്ങും മരണത്തിൻ ചിറകടി മാത്രം. എന്റെ ദൈവമേ, എന്ത് പാപം ചെയ്തിട്ടാണ് നീ എന്നെ ഇത്രയധികം ശിക്ഷിച്ചത്? നവോമി സ്വയം ചോദിച്ചു. ഒരു ദിവസം നവോമി ഓർഫയും റൂത്തിനെയും അടുത്തേക്ക് വിളിച്ചു. ഓർഫ, റൂത്ത്, നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് മടങ്ങിക്കോളൂ. എന്നെ ഓർത്ത് വിഷമിക്കരുത്. നിങ്ങൾ ഇപ്പോഴും ചെറുപ്പമാണ്. മറ്റൊരു വിവാഹം ചെയ്ത് സന്തോഷപൂർവ്വം ജീവിക്കൂ. നവോമിയുടെ വാക്കനുസരിച്ച് ഓർഫ അവളുടെ നാട്ടിലേക്ക് മടങ്ങി. റൂത്താകട്ടെ അവളെ വിട്ടുപോകാൻ സമ്മതിക്കുന്നില്ല. അവൾ പറഞ്ഞു, അമ്മേ അമ്മേ, അങ്ങേ വിട്ടൊരു ജീവിതം ഇല്ലെനിക്ക്. അമ്മയുടെ നാട് എന്നുടെയും നാട്, അമ്മയുടെ ദൈവം എന്നുടെയും ദൈവം. മരണം മാത്രം നമ്മെ വേർപിരിക്കട്ടെ. നവോമി അത്ഭുതത്തോടെ അവളെ നോക്കി. എന്തു നല്ലവളാണിവൾ, ഒരു മാലാഹയെ പോലെ. എനിക്ക് ദൈവം ദാനമായി തന്നത് ഒരു മാലാഹയെയാണോ? അങ്ങനെ അവർ ബെത്ലഹേമിലേക്ക് യാത്രയായി. നവോമിയുടെ ബന്ധുക്കാർ അവരുടെ ജീവിതകഥ കേട്ട് അവരോട് സഹതാപം തോന്നി. ഒരു ദിവസം റൂത്ത് നവോമിയോട് ചോദിച്ചു, അമ്മേ, നമുക്ക് ജീവിക്കണ്ടേ? അതിനായി ഞാൻ വയലുകളിൽ പോയി കാല പെറുക്കാം. അത് വിട്ട് നമുക്ക് ജീവിക്കാമല്ലോ. നവോമി സമ്മതിച്ചു. അങ്ങനെ റൂത്ത് ഒരുപാട് കാലകൾ പെറുക്കി അത് വിറ്റു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം നവോമി റൂത്തിനോട് ചോദിച്ചു, മോളെ, നിനക്ക് എവിടുന്നാണ് ഇത്രയധികം കാലകൾ കിട്ടുന്നത്? റൂത്ത് പറഞ്ഞു, അമ്മേ, എനിക്ക് ബോവാസ് എന്നു പേരുള്ള ഒരു ധനികന്റെ വയലിൽ നിന്നാണ് ഇത്രയധികം കാലകൾ കിട്ടുന്നത്. എന്ത്, ബോവാസോ? അവൻ എൻ്റെ അകന്ന ബന്ധുവാണ്. തുടരെ നീ അവിടെ തന്നെ പോകൂ. ഒരു ദിവസം റൂത്ത് കാല പെറുക്കിക്കൊണ്ടിരുന്നപ്പോൾ ബോവാസ് അവളെ കണ്ടു. അവൻ ഭൃത്യനെ വിളിച്ച് ചോദിച്ചു, ആരാണി മോഹനാങ്ങി ശരണിലെ സൂസന്ന പോലൊരുവൾ? പ്രഭോ, തങ്ങളുടെ അകന്ന ബന്ധുവായ നവോമിയുടെ മരുമകളാണിവൾ, റൂത്ത്. ഓഹോ, റൂത്തോ, ഞാനിവളെ കുറിച്ച് അധികം കേട്ടിരിക്കുന്നു. ഇവൾ നല്ലവളാണ്. ഇവൾക്ക് ആവശ്യത്തിലേറെ കാലകൾ കൊടുക്കൂ. നാളുകൾ കഴിഞ്ഞു. നവോമി റൂത്തിനോട് പറഞ്ഞു, മോളെ, എനിക്ക് നിന്നോടുള്ള കടമ തീർക്കാൻ സമയമായി. അതിനായി നീ അണിഞ്ഞൊരുങ്ങി ബോവാസിന്റെ വീട്ടിലേക്ക് പോകൂ. അങ്ങനെ ബോവാസ് അവളെ വിവാഹം ചെയ്തു. അവർക്ക് ദൈവം ദാനമായി ഒരു മകനെ നൽകി. അവന്റെ പേരാണ് ഒബേദ്. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ. അങ്ങനെ റൂത്ത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു സ്ഥാനം കൈവരിച്ചിരിക്കുകയാണ്. എളിമയുടെ, താഴ്മയുടെ, സ്നേഹത്തിന്റെ, അനുസരണയുടെ പ്രതീകമാണ് റൂത്ത്. നന്ദി. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ കളിയേറെ ഇഷ്ടമായോ? എങ്കിൽ നമുക്ക് കൊച്ചു കൂട്ടുകാരെ ഏറെ സന്തോഷിപ്പിക്കുന്ന സെഗ്മെന്റിലേക്ക് പോയാലോ? സന്തോഷ ജന്മദിനം. ഹാപ്പി ബർത്ത്ഡേ അഭിജിത്ത്. ഹാപ്പി ബർത്ത്ഡേ ഇഡ്രിക്. ഹാപ്പി ബർത്ത്ഡേ മിത്തു. കൂട്ടുകാരെ, നിങ്ങളുടെ ജന്മദിനം ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങളെ വിഷയം കേട്ടോ. എങ്കിൽ നമുക്ക് നമ്മളുടെ 8ാമത്തെ സെഗ്മെന്റിലേക്ക് പോയാലോ? വാർത്തയിലെ താരം. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളില. നിരാശയിൽ എന്നെ തൊടുകയില്ല, പ്രത്യാശയാനനുദിനം വർദ്ധിക്കട്ടെ.
കൂട്ടുകാരെ, വാർത്തയിലെ താരത്തെ നിങ്ങൾ പരിചയപ്പെട്ടില്ലേ? ഇന്ന് കളിമുറ്റത്തിൽ ചിത്രങ്ങൾ വരച്ചു തന്നേക്കുന്ന ആരൊക്കെയാണെന്ന് നോക്കിയാലോ? എങ്കിൽ നമുക്ക് നമ്മളുടെ അവസാനത്തെ സെഗ്മെന്റിലേക്ക് പോയാലോ? നിറക്കൂട്ട്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇതുപോലെ പടങ്ങൾ വരയ്ക്കാനും കഥകൾ പറയാനും കഴിവുണ്ടെങ്കിൽ തീർച്ചയായും കളിമുറ്റത്തിൽ പങ്കെടുക്കാം. അപ്പം പടങ്ങൾ വരച്ച് അയക്കുകയും ചെയ്യാം. അതിനായി ഞങ്ങളുടെ അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ. പിൻ 680309. ഇമെയിൽ kalimutamgtv24@gmail.com. ഫോൺ 8606460033. കൊച്ചു കൂട്ടുകാരെ, നിങ്ങൾക്ക് കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായോ? എങ്കിൽ അടുത്ത ആഴ്ച ഇതിന് നല്ലൊരു എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരും. ടിൽ ദെൻ ബൈ.